കേരളത്തിൽ ബി ജെ പി പുതിയൊരു ദിശാബോധം സൃഷ്ടിക്കുമോ എന്നാണ് ഇനി അറിയേണ്ടത്. പലവട്ടം പലതരത്തിലുള്ള ശ്രമവും നടത്തിയതാണ്. 2026 അമിത പ്രതീക്ഷയും വെച്ച് പുലർത്തുന്നുണ്ട്. പരമ്പരാഗതമായ മാർഗങ്ങൾ ഉപയോഗിച്ച് ഭാരതീയ ജനതാ പാർട്ടിക്ക് കേരളത്തിൽ എത്തിച്ചേരാവുന്ന നമ്പറിനൊരു ലിമിറ്റുണ്ട്. പ്രത്യേകിച്ച് ബി ജെ പിയെക്കുറിച്ചുള്ള പൊതുവേ ഉള്ള ഒരു നിഗമനം ഹിന്ദു പാർട്ടി എന്ന നിലയിലാണ്. അങ്ങനെയെങ്കിൽ 26% മുസ്ലിം ജനസംഖ്യ, 18% ക്രിസ്ത്യൻ ജനസംഖ്യ. അപ്പം 26ഉം 18ഉം ചേർന്ന് കഴിഞ്ഞാൽ ഏതാണ്ട് പകുതിയോളം സംഖ്യ, ഒരു 45-46% ന്യൂനപക്ഷങ്ങളുള്ള കേരളത്തിൽ ന്യൂനപക്ഷ വോട്ടില്ലാതെ കേരളത്തിൽ ബി ജെ പിക്ക് മുന്നോട്ട് പോകാനാവില്ല. ഭൂരിപക്ഷ വോട്ടിൻ്റെ ക്ലെയിമൻ്റായി ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുണ്ട്. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജാതി വിഭാഗമായ ഈഴവ വിഭാഗത്തിൻ്റെ മേൽ പരമ്പരാഗതമായി ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് വലിയ തോതിലുള്ള ഒരു വോട്ട് ബാങ്കായി, അല്ലെങ്കിൽ ഒരു വോട്ട് ബാങ്ക് എന്ന് പറഞ്ഞില്ലെങ്കിൽ പോലും ഒരു ഗുഡ് വില്ലുണ്ട്. UDFൻ്റെയും അടിത്തറ നായർ സമുദായത്തിലും ഒക്കെ ആയിട്ട് കിടക്കുന്നു. അതുകൊണ്ട് ഈ ഹിന്ദു സമുദായം പൂർണ്ണമായി LDF UDF സംവിധാനങ്ങളെ ഉപേക്ഷിക്കില്ല എന്നതുകൊണ്ട് മതാടിസ്ഥാനത്തിൽ കണക്ക് കൂട്ടുമ്പോൾ, അത് മാത്രമല്ല പരിഗണന, അതാണ് പറഞ്ഞു വരുന്നത്, മതാടിസ്ഥാനത്തിൽ കണക്ക് കൂട്ടുമ്പോൾ ബി ജെ പിക്ക് യാതൊരു സാധ്യതയും അവിടെ കാണാനില്ല. അതൊരു കാര്യം. 2, മത താല്പര്യം, സങ്കുചിത താല്പര്യം, ജാതീയ താല്പര്യം അതൊക്കെ മാറ്റി നിർത്തി കുറച്ചുകൂടെ വിശാലമായ കോൺസ്റ്റിറ്റ്യുവൻസീസ് സൃഷ്ടിക്കുന്ന തിരക്കിലാണ് കേരളത്തിലെ ബി ജെ പി. ഇപ്പോൾ ഇതാ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖർ കടന്നു വരുന്നു. അതിൻ്റെ പിന്നിൽ എന്താണ്? അത് വലിയൊരു ചോദ്യചിഹ്നമാണ്. കാരണം അദ്ദേഹത്തെ അറിയുന്നത് പൊതുവെ ഒരു ടെക്നോക്രാറ്റ് എന്ന നിലയിലും ഒരു നോൺ പൊളിറ്റിക്കൽ ക്ലാസ്സിൽ നിന്നും ഒരു പൊളിറ്റീഷ്യനായി ശശി തരൂറെ ഒരു രൂപാന്തരം സംഭവിച്ചെത്തിയതുപോലെ ബി ജെ പിയിലേക്ക് എത്തിച്ചേർന്ന അനേകരിൽ ഒരു പ്രധാനപ്പെട്ട മുഖമാണ് രാജീവ് ചന്ദ്രശേഖർ. ബി ജെ പിയുടെ ഒരു ദേശീയ ചിത്രം നോക്കൂ. നിർമ്മല സീതാരാമൻ ആകട്ടെ, അതുപോലെ റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ആകട്ടെ, വിദേശകാര്യമന്ത്രി ജയശങ്കർ ആകട്ടെ, വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ ആകട്ടെ, തലയെടുപ്പുള്ള കേന്ദ്രമന്ത്രിമാർ പലരും ടിപ്പിക്കൽ സംഘ് പരിവാർ ക്ലാസ്സിൽ പെടുന്നവരല്ല. അതുകൊണ്ട് ജനകീയ മുഖം എന്നതൊരു വശം, മറുവശത്തെ മറ്റ് ഇടങ്ങളിൽ പ്രവർത്തിച്ച് സ്വീകാര്യത നേടിയ ആളുകൾ, ഭാരതീയ ജനതാ പാർട്ടി അവരുടെ സ്കിൽ ഉപയോഗിക്കുന്ന ഒരു വലിയൊരു ഉദാഹരണമാണ് മെട്രോമാൻ ഇ ശ്രീധരനെ. പാലക്കാട് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയത്തോളം പോന്ന പരാജയമാണ് അദ്ദേഹത്തിന്. അദ്ദേഹത്തെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരെ ചൂണ്ടിക്കാട്ടി. തമിഴ്നാട്ടിൽ അണ്ണാമലയെ മുന്നിൽ നിർത്തി, സിവിൽ സർവീസിലുണ്ടായിരുന്ന അണ്ണാമലയെ മുന്നിൽ നിർത്തി മത്സരിക്കുന്നു. അപ്പോൾ വ്യത്യസ്തതകളുടെ കേരളത്തിൽ അൽഫോൻസ് കണ്ണന്താനത്തെ കൊണ്ടുവരുന്നു. അങ്ങനെ വ്യത്യസ്തതകൾ എന്ന് പറയുന്നത് പുതിയ തലമുറ അവർ രാഷ്ട്രീയത്തിന് അതീതമായി ചിന്തിക്കുന്നു. ഒരു വികസന ഡിബേറ്റിലേക്ക് ഇടതുപക്ഷം വന്നിരിക്കുന്നു. വൈകിയെങ്കിലും ഇടതുപക്ഷം കേരളത്തിലൊരു വികസന ഡിബേറ്റിലേക്ക് വന്നിരിക്കുന്നു. കമ്മ്യൂണിസത്തിൻ്റെ പരമ്പരാഗത രീതികളെല്ലാം തന്നെ കാറ്റിൽ പറത്തിക്കൊണ്ട് സ്വകാര്യ മൂലധനത്തെക്കുറിച്ചുള്ള ടിപ്പിക്കൽ കമ്മ്യൂണിസ്റ്റ് രീതികളെല്ലാം പൂർണ്ണമായി തച്ചുടച്ചുകൊണ്ട് പ്രൈവറ്റ് ക്യാപിറ്റലിസ്റ്റ് വെൽക്കം, ക്യാപിറ്റലിസ്റ്റ് രീതികളെല്ലാം സ്വാഗതം എന്ന് പറഞ്ഞുകൊണ്ട് അവർ വരുന്നു. അത് വികസനമാണ്, ഇൻഡസ്ട്രി ഫ്രണ്ട്ലി ആകണം എന്ന് പറയുന്നു. UDF മുൻപ് തന്നെ ആ ഒരു നയത്തിലാണ്. അങ്ങനെയെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടി മാറി ചിന്തിക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല, പ്രവർത്തിച്ച് കാണിക്കണം എന്നതുകൊണ്ടാണ് നേതൃത്വത്തിലേക്ക് ഉൾപ്പെടെ വ്യത്യസ്തരായ ബിസിനസ് പാരമ്പര്യമുള്ള, അല്ലെങ്കിൽ ഗ്രൂപ്പ് സമവാക്യങ്ങൾക്ക് അതീതമായി നിൽക്കാൻ കഴിയുന്ന ഒരു വ്യക്തിത്വം. അത് മാത്രമല്ല സംഘപരിവാർ സംഘടനകളിലൂടെ വന്ന ഒരു മുഖവുമല്ല. 2006 മാത്രം പാർലമെൻറ്റിലെത്തിയ, അതും രാജ്യസഭയിലേക്ക് എത്തിയ, പൊതു തിരഞ്ഞെടുപ്പ് മത്സരിച്ച് ജയിച്ച പാരമ്പര്യമില്ലാത്ത ഒരാളെ തിരുവനന്തപുരം മണ്ഡലത്തിൽ മത്സരിച്ച് വിജയത്തോളം എത്തി നിന്നു. ചെറിയ ശതമാനം വോട്ടിനാണ് ശശി തരൂറുമായി അദ്ദേഹം പരാജയപ്പെട്ടത്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ബി ജെ പി രണ്ടും കൽപ്പിച്ചാണ് കേരളത്തിൽ, രണ്ടും കൽപ്പിച്ച് തന്നെയാണ് നീങ്ങുന്നത്. ഈ ദക്ഷിണേന്ത്യ ഏറെക്കാലമായിട്ട് നോട്ടമിട്ടിട്ടുള്ളതാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വം. അതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് തമിഴ്നാട്ടിൽ അണ്ണാമല ഇറക്കിയത്. അതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ ആയിരിക്കാം ഒരുപക്ഷെ രാജീവ് ചന്ദ്രശേഖറിനെയും കൊണ്ടുവന്നിരിക്കുന്നത്. അങ്ങനെ വേണം കരുതാൻ. കാരണം തമിഴ്നാടിൻ്റെ രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങൾ കുറച്ച് വ്യത്യസ്തമാണ്. അവിടെ ഒരു ആൻറ്റി ഹിന്ദി ഫീലിംഗ് ഉണ്ട്. അതെ, അത് മാത്രമല്ല ദ്രാവിഡ രാഷ്ട്രീയം കുട്ടിക്കുത്തി പാടിക്കണം. കേരളത്തിൽ ആരും ദ്രാവിഡ രാഷ്ട്രീയം എന്ന് പറയുന്നില്ല. സ്വത്വ രാഷ്ട്രീയത്തിന് ആ ഒരു മുഖം വന്നിട്ടില്ല കേരളത്തിൽ. അതുകൊണ്ട് ബി ജെ പിയെ ഉൾക്കൊള്ളാൻ ന്യൂനപക്ഷങ്ങൾ മാത്രമല്ല, തമിഴ്നാട്ടിനേക്കാളും കൂടുതൽ ശതമാനക്കണക്കിൽ ന്യൂനപക്ഷങ്ങളുള്ളത് കേരളത്തിലാണ്. പക്ഷേ ആ ഒരു ഭാഗം ഒഴിച്ചു നിർത്തിയാൽ
അതുകൊണ്ടാണ് ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളുമായി പാലം പണിയുന്ന തിരക്കിലാണ് ഭാരതീയ ജനതാ പാർട്ടി. അതിന് സംസ്ഥാന നേതൃത്വം മാത്രമല്ല, കേന്ദ്ര നേതൃത്വത്തിൻ്റെ വലിയ ചിന്ത അതിന് പിന്നിലുണ്ട്. നരേന്ദ്രമോദിയുടെ കേരള സന്ദർശന വേളയിൽ ക്രിസ്ത്യൻ ബിഷപ്പുമാരെ കണ്ടതും, ക്രിസ്ത്യൻ ബിഷപ്പുമാരെ ഡൽഹിയിൽ ഈസ്റ്റർ ക്രിസ്മസ് സമയത്ത് വിരുന്ന് സൽക്കാരം നൽകിയതും എല്ലാം തന്നെ ഒന്നിച്ചു നോക്കുമ്പോൾ വലിയ തോതിലാണ് BJP ആ പ്രവർത്തനം. അതിന് വേണ്ട ഒരു മുഖം ഒരു സംഘപരിവാർ മുഖമല്ല, മറിച്ച് കുറച്ചുകൂടെ മൈൽഡർ, സോഫ്റ്റർ, സോഫിസ്റ്റിക്കേറ്റഡ്, നോൺ പൊളിറ്റിക്കൽ ഫേസാണ്. ആ ഒരു ഫേസിന് വേണ്ടിയാണ് യഥാർത്ഥത്തിൽ BJP കാത്തു നിന്നതും. ഇപ്പോൾ അവസരം വന്നിരിക്കുന്നു. കെ സുരേന്ദ്രനാകട്ടെ, അല്ലെങ്കിൽ മറ്റ് ശോഭാ സുരേന്ദ്രനോ, അല്ല എങ്കിൽ മറ്റ് മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന പ്രസിഡന്റുമാർ വി മുരളീധരൻ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ കേരള പൊളിറ്റീഷ്യൻസ്, മറ്റേത് രാഷ്ട്രീയ കക്ഷികളിലെ പൊളിറ്റീഷ്യൻസിനെ പോലെ തന്നെയാണ് കേരള ജനത അവരെ കാണുന്നത്. പക്ഷേ ഈ ശ്രീധരനെ കാണുന്നത് അങ്ങനെയല്ല, രാജീവ് ചന്ദ്രശേഖരനെ കാണുന്നത് അങ്ങനെയല്ല. ആ വ്യത്യസ്തതയാണ് പുതിയ മേച്ചിൽപ്പുറങ്ങളിലേക്കുള്ള BJPയുടെ പ്രവേശന കവാടം എന്ന് തന്നെയാണ് കരുതേണ്ടത്. ഈ ജോർജ് കുര്യനെ മന്ത്രിയാക്കിയതിലൂടെ ഈ ക്രൈസ്തവരുമായിട്ട് കൂടുതൽ അടുക്കുന്നതിനുള്ള ഒരു സാധ്യത കണ്ടു എന്നുള്ളതാണ്. ഇവിടെ ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ അധ്യക്ഷ പദവിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ രാജീവ് ചന്ദ്രശേഖറിന് ഈ ക്രൈസ്തവരുമായിട്ടും നല്ല അടുപ്പമുള്ള വ്യക്തി കൂടിയാണ്. അതും അവർ കൂടുതൽ അത്തരത്തിൽ ഒരു ന്യൂനപക്ഷത്തെ ചേർത്ത് നിർത്തുക എന്ന് തന്നെയാണ് കാണുന്നത്. ആ രീതിയിൽ തന്നെയാണ് ചിന്ത പോകുന്നത്. നോക്കൂ, അൽഫോൻസ് കണ്ണന്താനത്തിനെ കൊണ്ടുവന്നു, രാജ്യസഭയിൽ എത്തിച്ചു, നന്നായ സ്ഥാനങ്ങൾ നൽകി. നോക്കൂ, AK ആന്റണിയുടെ മകൻ അനിൽ ആന്റണിയെ കൊണ്ടുവന്നു. പത്തനംതിട്ട മണ്ഡലത്തിൽ അദ്ദേഹം 3ാം സ്ഥാനത്ത് പോയി. സാമാന്യ നിറം കെട്ട പ്രകടനമായിരുന്നു, എങ്കിൽ പോലും അനിൽ ആന്റണിയെ ഓണറബിളായി അവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ കഴിഞ്ഞു. അതുപോലെ ഈ ക്രൈസ്തവ മുഖങ്ങളെ പലരെയും കൊണ്ടുവരികയും വ്യത്യസ്തതയുള്ള ഒരു പാർട്ടിയായി അവരിലൂടെ BJP സ്വയം അവതരിപ്പിക്കുകയും ചെയ്തു. BJPയുടെ ഏറ്റവും വലിയ തുറപ്പുചീട്ട് സുരേഷ് ഗോപിയായിരുന്നു. നോക്കൂ, തൃശ്ശൂർ മണ്ഡലത്തിലെ ക്രൈസ്തവരുടെ സാന്നിധ്യം വളരെ നിർണായകമാണ്. തൃശ്ശൂർ മണ്ഡലത്തിൽ സുരേഷ് ഗോപി ജയിച്ചു വന്നത് ഹൈന്ദവ BJP വോട്ടുകൾ കൊണ്ട് മാത്രമാണോ? ഒരിക്കലുമല്ല. 75,000 വോട്ടിനാണ് സുരേഷ് ഗോപി ജയിച്ചു വന്നത്. അങ്ങനെയെങ്കിൽ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളുടെ നല്ലൊരു പങ്ക് സുരേഷ് ഗോപിക്ക് ഇപ്രാവശ്യം വോട്ട് ചെയ്തു. അത് ആവർത്തിക്കണമെന്നില്ല. അപ്പോൾ ക്രൈസ്തവരാദ്യം ഭാരതീയ ജനതാ പാർട്ടി പിന്തുണച്ചൊരു സ്ഥാനാർത്ഥിയെ ലോക്സഭയിൽ എത്തിച്ചത് 2004 ഓർക്കണം. IFDPയുടെ ലേബലിൽ മത്സരിച്ച PT തോമസിനെ ജയിച്ചു വിട്ടു. അല്ല, PC തോമസിനെ ജയിപ്പിച്ചു ആദ്യം. അത് NDA മുന്നണിയുടെ ഭാഗമാണ്. അപ്പോൾ NDA മുന്നണി കേരളത്തിൽ അക്കൗണ്ട് തുറന്നത് BJPയിലൂടെയല്ല, മറിച്ച് ക്രൈസ്തവർക്ക് നിർണായക സ്വാധീനമുള്ള മൂവാറ്റുപുഴ ലോക്സഭാ മണ്ഡലത്തിൽ ഒരു ക്രൈസ്തവ സഭയുടെ കൂടെ അനുഗ്രഹാശിസകളുള്ള PC തോമസ് എന്ന സ്ഥാനാർത്ഥിയിലൂടെയാണ്. ഒന്നുമില്ലാതിരുന്ന ഒരു കാലത്ത്, ഈ പറയുന്ന കെട്ടും മട്ടും ഒന്നും BJPക്ക് കേരളത്തിലും ഇന്ത്യ ആകമാനവും എന്ന് വാജ്പേയി ഭരിച്ചിരുന്നു, ശരിയാണ്. ആ സമയത്ത് PC തോമസിന് ജയിച്ചു വരാൻ കഴിയുമെങ്കിൽ BJP തൊട്ടുകൂടാത്ത പാർട്ടി അല്ല. പക്ഷേ അതിന് ചേരുന്ന ഉചിതരായ മുഖങ്ങൾ വേണം. അൽഫോൻസ് കണ്ണന്താനത്തെ പോലെ, സുരേഷ് ഗോപിയെ പോലെ, അല്ലെങ്കിൽ PC തോമസിനെ പോലെ, ഇപ്പോൾ ഇത് രാജീവ് ചന്ദ്രശേഖരനെ പോലെ. മതമല്ല ഇവിടെ വിഷയം, എല്ലാ വിഭാഗങ്ങൾക്കും കൂടെ സ്വീകാര്യരാകുന്ന മുഖങ്ങൾ. ആ മുഖത്തിലേക്കുള്ള തെരച്ചിലിൽ ഇപ്പോൾ ഇതാ നറുക്ക് വിടിയിരിക്കുന്നത് രാജീവ് ചന്ദ്രശേഖരനാണ്. പക്ഷേ അതുപോലെ ചേർത്ത് നിർത്താവുന്ന വേറെ പലരും ഉണ്ട്. പക്ഷേ ജേക്കബ് തോമസ് ഉണ്ട്, സെൻകുമാർ ഉണ്ട്, ഈ ശ്രീധരനെ എപ്പോഴും ഉപയോഗിക്കാവുന്നതാണ്. പക്ഷേ അതൊക്കെ വേണ്ട തരത്തിൽ മുൻനിരയിലേക്ക് കൊണ്ടുവരാതെ ഇവർ മാറ്റി നിർത്തുന്നതെന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. അവിടെയാണ് സംസ്ഥാന നേതൃത്വത്തിലേക്ക് കൊണ്ടുവരികയാണ് മിസ്റ്റർ രാജീവ് ചന്ദ്രശേഖരനെ. അതിനർത്ഥം എന്താ? സംസ്ഥാന നേതൃത്വത്തിൻ്റെ ഇവിടുന്ന് വന്നൊരു പേരല്ലത്. ഹൈക്കമാൻഡ്, BJPക്ക് അങ്ങനെ ഒരു കാര്യമില്ലെന്ന് പറയും, എങ്കിലും അമിത്ഷാ, നരേന്ദ്രമോദി അവർ നിർദ്ദേശിച്ച പേരാണ് ഇന്ന് കോർ കമ്മിറ്റിയിൽ അദ്ദേഹത്തിൻ്റെ രൂപത്തിൽ വന്നത്. കോർ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ അത് കേരളത്തിൻ്റെ കോർ കമ്മിറ്റിയാണ്. പക്ഷേ കേന്ദ്ര നേതൃത്വം കൊണ്ടുവന്ന പേരിന് ഉപരിയായി മറ്റൊരു പേര് അവിടെ വരില്ല. അത് നന്നായിട്ടറിയാം, നരേന്ദ്രമോദിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് തീർച്ചയായും ഇത് കേന്ദ്ര നേതൃത്വത്തിൻ്റെ അനുഗ്രഹാശിസ്സകളോടെ ലൈസൻസ് ടു കിൽ എന്ന് ജെയിംസ് ബോണ്ടിനെ കുറിച്ച് പറയുമല്ലോ. അതുകൊണ്ട് MI6 വിട്ട സീക്രട്ട് ഏജൻ്റായ ജെയിംസ് ബോണ്ട് ദ ലൈസൻസ് ടു കിൽ എന്ന് പറയുന്നത് പോലെ ലൈസൻസ് ടു ആക്ട്, അല്ലേ, നടപടി എടുക്കാനുള്ള ലൈസൻസുമായിട്ടാണ് രാജീവ് ചന്ദ്രശേഖരനെ വിട്ടത് എങ്കിൽ
ഗ്രൂപ്പ് സമവാക്യങ്ങളൊക്കെ മാറി മറിയും. ഗ്രൂപ്പുകൾക്ക് അതീതമായി ഒറ്റക്കെട്ടായി പ്രവർത്തിക്കാൻ ബി ജെ പിയുടെ കേരളത്തിലെ വിവിധങ്ങളായി ചിതറി നിൽക്കുന്ന നേതാക്കന്മാർ ശ്രമിച്ചില്ല എങ്കിൽ മുന്നോട്ട് പോവില്ല എന്ന കേന്ദ്ര നേതൃത്വത്തിൻ്റെ തിരിച്ചറിവാണ് ഒരുപക്ഷെ മാറി ചിന്തിച്ചുകൊണ്ട് പുതിയൊരു നേതൃത്വത്തെ കേരളത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. പക്ഷേ നമുക്ക് കാത്തിരുന്ന് കാണണം എങ്ങനെയാണ് ഈ നേതാക്കളെ എല്ലാം അടുത്തറിയുന്ന ഒരാളാകണമെന്നില്ല രാജീവ് ചന്ദ്രശേഖർ. പഠിക്കണം ആദ്യം മുതൽ തന്നെ അടിസ്ഥാന ലെവൽ, ഗ്രാസ് റൂട്ട് ലെവലിൽ കേരളത്തിലെ ബി ജെ പി സംവിധാനത്തെക്കുറിച്ച് അദ്ദേഹത്തിന് കാഴ്ചപ്പാടുകൾ ഉണ്ടാകും. പക്ഷേ അദ്ദേഹം അടുത്തറിയുന്നില്ല. അറിയണം. തരൂറിന് എത്രത്തോളം കോൺഗ്രസിൻ്റെ ഉള്ളറകളെക്കുറിച്ച് അറിയാമോ അത്രത്തോളം പോലും ഒരുപക്ഷെ രാജീവ് ചന്ദ്രശേഖറിന് ബി ജെ പിയുടെ കേരളത്തിലെ സംവിധാനത്തെക്കുറിച്ച് അറിവുണ്ടാകില്ല. പക്ഷേ അദ്ദേഹം എടുക്കുന്ന ഒരാളാണ്. പഠിച്ച് സമവാക്യങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് എല്ലാ ശക്തികളും അദ്ദേഹത്തിലേക്ക് കേന്ദ്രീകരിച്ചുകൊണ്ട് കേന്ദ്രത്തിൻ്റെ ഇവിടെയും ഏറ്റവും സെയിലബിൾ കമ്മോഡിറ്റി ഒരുപക്ഷെ നരേന്ദ്രമോദി തന്നെയാകാം. മോദിയുടെ ഗ്യാരണ്ടി എന്നത് കേരളത്തിലും ഒരുപക്ഷെ അങ്ങനെ അല്ലാത്ത ഒരു മുഖം കേരളത്തിൽ ഉയർന്നു വരുമെന്ന് കാണാനില്ല. ഒരുപക്ഷെ അണ്ണാമല എന്ന ഒരു ആളിൻ്റെ പ്രവർത്തന ശൈലി ആയിരിക്കണമെന്നില്ല കേരളത്തിലെ. അണ്ണാമല ഒരു വ്യത്യസ്തമായ ഒരു തമിഴ് പ്രൈഡ് കൂടി ഉയർത്തിപ്പിടിക്കുന്നുണ്ട്. അതുപോലെ ആകണമെന്നില്ല രാജീവ് ചന്ദ്രശേഖരൻ്റെ. പക്ഷേ എന്തായാലും ഒരു വ്യത്യസ്തത ഉണ്ടാകും. അതിനുവേണ്ടി തന്നെയാണല്ലോ അദ്ദേഹത്തെ കൊണ്ടുവന്നത്. അല്ല എങ്കിൽ ശോഭാ സുരേന്ദ്രൻ ഉണ്ടായിരുന്നു, എം ടി രമേശ് ഉണ്ടായിരുന്നു, അല്ലെ സുരേന്ദ്രൻ തന്നെ തുടരാമായിരുന്നു, അല്ലെങ്കിൽ വീണ്ടും ശ്രീധരൻ പിള്ളയെ കൊണ്ടുവരാമായിരുന്നു, ഒക്കെ സാധ്യമായിരുന്നു. പക്ഷേ പുതിയ ഒരു പരീക്ഷണത്തിൻ്റെ പിന്നിൽ സുചിന്തിതമായ ഒരു കാര്യമാണ് ഞാൻ കാണുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.